ഇപ്പോൾ മന്ത്രി ശിവൻകുട്ടി ഇങ്ങോട്ട് വരുന്നതാണ് കണ്ടത്. മന്ത്രിമാർ നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ അടക്കം അവിടെ നിന്ന് VS അച്യുതാനന്ദൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അല്പസമയം മുമ്പ് മന്ത്രിമാരായിട്ടുള്ള KN ബാലഗോപാലും മറ്റ് BN വാസവനും അടക്കമുള്ള മന്ത്രിമാർ നേരത്തെ തന്നെയുണ്ട്. V ശിവൻകുട്ടി ഇപ്പോഴും ഇവിടെ എത്തിച്ചേർന്നു. മന്ത്രിമാരെയും പ്രധാനപ്പെട്ട ഘടകകക്ഷികളുടെ അടക്കമുള്ള നേതാക്കളെയും മാത്രമാണ് ഇങ്ങോട്ട് കടത്തിവിടുന്നത്. ബാക്കിയുള്ള ആളുകൾ മുഴുവൻ അവിടെ നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നിടത്തല്ല, ഈ റോഡ് ചെന്ന് അവസാനിക്കുന്നിടത്ത് വളരെ ദൂരത്തിൽ ഇതുപോലെ തന്നെ ആളുകൾ തടിച്ചുകൂടിയിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്ന് അല്പനേരത്തിന് ശേഷം ഭൗതിക ശരീരം പുറത്തേക്ക് ഇറക്കുകയാണെങ്കിൽ അതിനുശേഷം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അവിടെയുള്ള ആളുകൾ കൂടെ ഒരുപക്ഷെ കുറച്ച് ആളുകളെങ്കിലും ഇങ്ങോട്ട് വരാനും സാധ്യതയുണ്ട്. ബാക്കിയുള്ള ആളുകൾ അവിടെ നിന്ന് നേരെ പോവുക ഒരുപക്ഷെ വലിയ ചുടുകാട്ടിലേക്കോ അല്ലെങ്കിൽ അടുത്ത സ്ഥലമായിട്ടുള്ള പോയിൻ്റായിട്ടുള്ള റിക്രിയേഷൻ ഹാളിലോ മറ്റോ ആയിരിക്കും. പക്ഷേ എന്നാലും കുറച്ച് ആളുകൾ കൂടെ ഇവിടേക്ക് വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും വല്ലാത്ത തോതിൽ ഒരു ജനസഞ്ചയമായിട്ട് വലിയ ആൾക്കൂട്ടമായിട്ട് മാറും എന്നാണ്. നമ്മൾ ഇന്നലെ തിരുവനന്തപുരത്ത് വളരെ അച്ചടക്കമുള്ള വളരെ കാത്തു നിൽക്കുന്ന ആളുകളെ ആണ് കണ്ടത്. അതുകൊണ്ട് വളരെ വലിയ ക്രൗഡായിരുന്നു അതെങ്കിലും തിരക്കായിരുന്നു അതെങ്കിലും ആ സമയത്തത് അച്ചടക്കത്തോടു കൂടി വന്ന ആളുകൾ കടന്നു പോകുന്നത് കൊണ്ട് ഒരു വലിയ ക്രൗഡ് എന്ന നിലക്ക് അനുഭവപ്പെടാത്ത ചില സാഹചര്യങ്ങളെങ്കിലും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് അങ്ങനെയല്ല. പലയിടത്തും ഈ 2-3 പോയിന്റുകളിൽ ഭൗതിക ശരീരം പൊതുദർശനത്തിൽ വെച്ച ശേഷം ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സ്ഥലത്തെല്ലാം ആളുകൾ കൂടി നിൽക്കുകയാണ്. നേരത്തെ നിശ്ചയിച്ച സമയത്തിനകത്തൊന്നും ഒരു സാഹചര്യവശാലും ഈ സമയം പാലിച്ചു പോവുകയില്ല എന്ന് ഇതിനകം തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഒരു പാതിരാത്രി 12 മണിക്ക് ശേഷം 1 മണിക്കോ 2 മണിക്കോ ഒക്കെ ആകും ഈ സംസ്കാര ചടങ്ങുകൾ പൂർണ്ണമാവുക എന്ന തോന്നലാണ് ഇപ്പോൾ നേതാക്കളടക്കമുള്ള ആളുകൾ പങ്കുവെക്കുന്നത്. ഇപ്പോൾ നമുക്ക് ജില്ലാ കമ്മിറ്റി ഓഫീസിലാണെങ്കിലും ആളുകൾ ഇപ്പോൾ അകത്താണെങ്കിലും ഒരുപാട് ആളുകൾ ഉണ്ട്. ഇതെല്ലാം പ്രധാനപ്പെട്ട നേതാക്കളും പല ഭാഗത്തും വന്നിരിക്കുന്ന പ്രവർത്തകരും മാധ്യമപ്രവർത്തകരും ഉൾപ്പെടെയുള്ള ആളുകളാണ്. നേരത്തെ തന്നെ ജില്ലാ കമ്മിറ്റി ഓഫീസിനകത്തേക്ക് കയറി വന്നിട്ടുള്ള ആളുകളാണ്. ബാക്കി നമ്മൾ നേരത്തെ ഇതിനകത്തേക്ക് പോയപ്പോൾ നമ്മൾ കണ്ടതാണ്. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെയും അവിടെ ഉണ്ട്. മന്ത്രി V ശിവൻകുട്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവിടെ അദ്ദേഹത്തിൻ്റെ വസതിയിലും വലിയ ആൾക്കൂട്ടം ആയിരുന്നു അല്ലേ? വസതിയിൽ പോയില്ല, അദ്ദേഹത്തിന് വലിയ ഒരു ആൾക്കൂട്ടമാണ് ആദരവ് അർപ്പിക്കുന്നത്. വീട്ടിൽ നിന്ന് എടുക്കാൻ വേണ്ടി തീരുമാനിച്ചതിനേക്കാൾ 2 മണിക്കൂർ വൈകി മാത്രമേ എടുക്കാൻ വേണ്ടി കഴിയുള്ളൂ. അത്രമാത്രം ജനക്കൂട്ടമാണ് തളിച്ചുകൂടിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ വടക്കൻ ജില്ലകളിൽ നിന്നൊക്കെ ആളുകൾ ഇവിടേക്ക് വന്നു. എല്ലായിടത്തും പരമാവധി ആൾക്കാർ എത്തിച്ചേർന്നിരിക്കുന്നു. VS അച്യുതാനന്ദൻ എന്ന നേതാവ് എത്രമാത്രം വലിയ നേതാവായിരുന്നു. അദ്ദേഹത്തിന് കൊടുക്കേണ്ടുന്ന ആദരവ് അതിൻ്റെ ഇരട്ടിയായിട്ട് അല്ലെങ്കിൽ 10 ഇരട്ടിയായിട്ട് 10 മടങ്ങ് ഇരട്ടിയായിട്ട് ആളുകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് നമ്മൾ കാണുന്നത്. ഇതിപ്പോൾ ജില്ലാ കമ്മിറ്റി ഓഫീസിനകത്ത് അകത്തായതുകൊണ്ടാണ് ഗേറ്റിനകത്തായതുകൊണ്ടാണ് നമ്മൾ ഈ നിലക്ക് സംസാരിക്കാനൊക്കെ പറ്റുന്നത്. പുറത്ത് നിൽക്കുമ്പോൾ സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ നിലക്ക് വലിയ ആൾക്കൂട്ടമാണ്. VS അച്യുതാനന്ദൻ കേരളത്തിൻ്റെ ഏറ്റവും വലിയ നേതാവ്. ഇതിലേറ്റവും അത്ഭുതകരമായൊരു കാര്യം, അദ്ദേഹം കഴിഞ്ഞ ഒരു 5 വർഷമെങ്കിലുമായിട്ട് രാഷ്ട്രീയത്തിൽ നിന്ന്, അതായത് സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. 5 വർഷമായിട്ട്, അതായത് ഒരു സർക്കാരിൻ്റെ കാലയളവ്, ഒരു മുഴു സർക്കാരിൻ്റെ കാലയളവ് രാഷ്ട്രീയത്തിലേ ഇല്ലാതിരുന്ന, ഇക്കാലത്തിനിടയിൽ കടന്നുപോയിട്ടുള്ള രാഷ്ട്രീയ സംഭവവികാസങ്ങളെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലാത്ത, ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് വന്നിട്ടേ ഇല്ലാത്ത ഈ 5 വർഷക്കാലത്തെ രാഷ്ട്രീയ പ്രോസസ്സിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു ഇടപെടലും അദ്ദേഹത്തിന് VS അച്യുതാനന്ദനായിട്ടുണ്ടായിരുന്നില്ല. അതിനു മുമ്പ് 10-90 വർഷക്കാലം അദ്ദേഹത്തിൻ്റെ സജീവ ഇടപെടലിന് ശേഷം 5 വർഷക്കാലം ഒരു മുഴു സർക്കാരിൻ്റെ കാലയളവ് ഒരു തരത്തിലും രാഷ്ട്രീയത്തിൽ ഇടപെടേ ഇല്ലാത്തൊരു നേതാവിൻ്റെ വിടവാങ്ങൽ ഉണ്ടായപ്പോൾ ഏത് നിലക്കാണ് ഈ ആളുകൾ അതോട് പ്രതികരിക്കുന്നത് എന്നതാണ് വലിയ അത്ഭുതകരമാകുന്നത്. ഇവിടെ കാത്തുകെട്ടിക്കിടക്കുന്ന ആളുകളെ ക്യാമറ എങ്ങോട്ട് തിരിച്ചു വെച്ചാലും നമുക്കറിയാം ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളാണ്, വളരെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളാണ് ഇതിനകത്തൊക്കെ വന്ന് വളരെ ഒരുപാട് നേരം എല്ലാ ബുദ്ധിമുട്ടുകളും സഹിച്ച് കാത്തു നിൽക്കുന്നത്. ഇപ്പോൾ